ഇനി നെക്സ്റ്റ് പറയാനുള്ള ഹാർഡി ഷൂൾസ് റൂളിനെ കുറിച്ചാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞില്ലേ ആർസീനിയം സൾഫൈഡിനെ കൊയാഗുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് നെഗറ്റീവായിട്ടുള്ള പാർട്ടിക്കിൾ ആയതുകൊണ്ട് പോസിറ്റീവായിട്ടുള്ള ബേരിയാണ് യൂസ് ചെയ്യുക. അപ്പോൾ പോസിറ്റീവായിട്ടുള്ള വേറെ ഏത് അയൺസും നമുക്ക് യൂസ് ചെയ്യാം. ഇപ്പോൾ സോഡിയം യൂസ് ചെയ്യുക, ബേരിയം യൂസ് ചെയ്യുക, അലുമിനിയം ഒക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതിൽ ഏറ്റവും പവർ കൂടുതൽ ആർക്കാണ്? നമ്മൾ യൂസ് ചെയ്യുന്ന അയണിൽ ഏറ്റവും കൂടുതൽ വാലൻസി കാണിക്കുന്ന അയണാണ് കൂടുതലായിട്ട് എന്ത് ചെയ്യുക, കൊയാഗുലേഷൻ നടത്തുക. അവർക്കാണ് കൂടുതൽ പവർ ഉണ്ടാവുക, കൊയാഗുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഗ്രേറ്റർ പവർ അവർക്ക് ഉണ്ടാവുക. ഇപ്പം നമ്മളിവിടെ സോഡിയം, ബേരിയം, അലുമിനിയം കാണിക്കുമ്പോൾ വാലൻസി ഏറ്റവും കൂടുതൽ 3+, അലുമിനിയം 3+നാണ് ഏറ്റവും കൂടുതൽ വാലൻസി. പിന്നെ വരുന്നത് ബേരിയം 2+, ഏറ്റവും വാലൻസി കുറവാണ് സോഡിയം പ്ലസ്. അപ്പോൾ ഇതിൽ ഏറ്റവും പവർ ടു കൊയാഗുലേറ്റ് ആർക്കാണ് ഉണ്ടാവുക? ഹയർ വാലൻസി ഉള്ള അലുമിനിയം 3+നാണ് ഉണ്ടാവുന്നത്. അതാണ് എന്ത് പറയുന്നത്, ഹാർഡി ഷൂൾസ് റൂൾ പറയുന്നത്. ഗ്രേറ്റർ ദ വാലൻസി ഓഫ് ദ അയൺ ബിയറിംഗ് എ ചാർജ് ഓപ്പോസിറ്റ് ടു ദാറ്റ് ഓഫ് ദ സോൾ പാർട്ടിക്കിൾ, ദ ഗ്രേറ്റർ ഈസ് ഇറ്റ്സ് പവർ ടു കൊയാഗുലേഷൻ. കൊയാഗുലേഷൻ കോസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മുടെ പാർട്ടിക്കിൾസിൻ്റെ ഓപ്പോസിറ്റ് ചാർജ് ഉള്ളതിൽ ഏറ്റവും കൂടുതൽ വാലൻസി ഉള്ള അയണാണ് മോർ പവർഫുൾ എന്നാണ് പറയുന്നത്. FeOH ട്രൈസ് എന്ന് പറയുന്നത് പോസിറ്റീവ്ലി ചാർജ്ഡ് ആയിരുന്നു. അപ്പോൾ ഏറ്റവും കൂടുതൽ നെഗറ്റീവ് ചാർജ് വാലൻസി കാണിക്കുന്നതിനായിരിക്കും ഏറ്റവും കൂടുതൽ പവർ ഉണ്ടാവുക കൊയാഗുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഫ്ലക്കുലേഷൻ വാല്യൂ അല്ലെങ്കിൽ കൊയാഗുലേഷൻ വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രസിപ്പിറ്റേഷൻ നടക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ കൊയാഗുലേഷനോ ഫ്ലക്കുലേഷൻ നടക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എത്രത്തോളം ഇലക്ട്രോലൈറ്റ് ആഡ് ചെയ്യണം, എത്ര മിനിമം ക്വാണ്ടിറ്റി ഓഫ് ഇലക്ട്രോലൈറ്റ് ആഡ് ചെയ്യുമ്പോഴാണ് അവിടെ പ്രസിപ്പിറ്റേഷൻ നടക്കുന്നത്. ആ ഒരു മിനിമം കോൺസെൻട്രേഷനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, ഫ്ലക്കുലേഷൻ വാല്യൂ എന്ന് വിളിക്കുന്നത്. അത് നമ്മൾ എങ്ങനെയാണ് എക്സ്പ്രസ് ചെയ്യുന്നത്, മില്ലി മോൾസ് ഓഫ് ദ ഇലക്ട്രോലൈറ്റ് പെർ ലിറ്റർ ഓഫ് ദ സൊല്യൂഷൻ. ഇമ്പോർട്ടൻ്റ് ആണ് പഠിക്കട്ടോ. മില്ലി മോൾസ് ഓഫ് ദ ഇലക്ട്രോലൈറ്റ് പെർ ലിറ്റർ ഓഫ് ദ സൊല്യൂഷൻ ആയിട്ടാണ് നമ്മൾ എക്സ്പ്രസ് ചെയ്യുന്നത്. ഇനി NaCl, BaCl2, AlCl3 ഒക്കെ നമ്മൾ ഏതിന് പ്രസിപ്പിറ്റേറ്റ് കൊയാഗുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്തത്, As2S3നെ കൊയാഗുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്തത്. അപ്പോൾ അതിൻ്റെ ഫ്ലക്കുലേഷൻ വാല്യൂ 52, BaCl2ൻ്റെ 0.69, AlCl3ൻ്റെ 0.093. അതായത് AlCl3 എന്ന് പറയുന്നത് 0.093. അത്ര മൈന്യൂട്ട് എമൗണ്ടിൽ ആഡ് ചെയ്യുമ്പോൾ തന്നെ As2S3 എന്ത് ചെയ്യും, കൊയാഗുലേറ്റ് ചെയ്യും. അപ്പോൾ AlCl3 വളരെ ലോ എമൗണ്ടിൽ മതി ആർസീനിയം സൾഫൈഡിനെ എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട്, കൊയാഗുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതന്നെയല്ലേ ഹാർഡി ഷൂൾസ് റൂളും പറയുന്നത്. കൂടുതൽ ചാർജ് വാലൻസി ഉള്ള ആളായിരുന്നു അയാൾ എന്ത് മതി, വളരെയധികം ലോ എമൗണ്ടിൽ മതി, പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യും, ഇതിനെ കൊയാഗുലേറ്റ് ചെയ്യും എന്നാണ് പറയുന്നത്. അതുപോലെ സെക്കൻഡ് എക്സാമ്പിളും കൊടുത്തിട്ടുണ്ട്. നമ്മൾ KCl, K2SO4, K3FeCN6 ഒക്കെ നോക്കുന്ന സമയത്ത് അവരുടെ വാല്യൂസ് 102.210, K3FeCN6 ആണെങ്കിൽ 0.093. ഇതെത്ര പെർസെൻറ്റേജ് മതി, അല്ലെങ്കിൽ അതിൻ്റെ മിനിമം കോൺസെൻട്രേഷൻ എന്ന് പറയുന്നത് 0.093 കോൺസെൻട്രേഷനിൽ മതി. K3FeCN6 അത്രയും മൈന്യൂട്ട് എമൗണ്ടിൽ എടുക്കുകയാണെങ്കിൽ തന്നെ നമുക്ക് FeOH ട്രൈസിനെ എന്ത് ചെയ്യാൻ പറ്റും, കൊയാഗുലേറ്റ് ചെയ്യാൻ പറ്റും എന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മുടെ ഫ്ലക്കുലേഷൻ വാല്യൂ നമ്മുടെ ഹാർഡി ഷൂൾസ് എന്താണ്, നമുക്ക് സെയിം റിലേഷൻഷിപ്പാണ് രണ്ടും പറയുന്നത്. പക്ഷേ നമ്മുടെ ഹാർഡി ഷൂൾസ് റൂളിൽ നിന്നൊക്കെ നമുക്ക് ചില സമയത്ത് അവിടെ എന്ത് കാണിക്കാൻ പറ്റും, ഒരു ചെറിയ വേരിയേഷൻസ് ഒക്കെ നമുക്ക് കാണാൻ പറ്റും എന്ന് പറയുന്നത് ഇവിടെ.